ഒന്നിനും സമയമില്ല എന്ന് പരിതപിക്കുന്നവരും ഇനി സമയമുണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. എല്ലാറ്റിനും ഒരു കാലമുണ്ട് എന്ന് സഭാപ്രസംഗി പറയുന്നു. നില ഒരുക്കുവാനും വിത്ത് വിതയ്ക്കാനും വളം ചേർക്കുവാനും പുഷ്പിക്കുവാനും വിളവെടുക്കുവാനും അതിൻ്റേതായ കാലമുണ്ട് എന്നതുപോലെയാണ് മനുഷ്യജീവിതവും. കാലത്തിനു മുമ്പേ സഞ്ചരിച്ചവർ പ്രവാചകന്മാരും വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അദ്ദേഹം സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. ഉദാസീനതയോടുകൂടെ വസ്തുതകളെ സമീപിക്കുന്നവർ ജീവിതത്തിൽ പരാജയപ്പെടുന്നു. എന്നാൽ സമയവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നവൻ, തൻ്റെ ചുമതലകളിൽ ഏറ്റിരിക്കുന്നവർ, ഉത്തരവാദിത്തത്തോട് കടപ്പെട്ടിരിക്കുന്നവർ ഒക്കെ ജീവിതത്തിൽ വിജയിക്കുന്നതായി നാം കാണുന്നുണ്ട്. പീഡാനുഭവ വചന വിചാരത്തിൽ എന്നെ ആകർഷിച്ച വചനം മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. ഗെത്സമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യേശു പത്രോസിനെ സമീപിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു നാഴിക കൂടി ഉണർന്നിരുന്നുകൂടെ എന്ന്. ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ നല്ല കാലങ്ങൾ തന്നോടൊപ്പം ചിലവഴിക്കുകയും തൻ്റെ സുഖത്തിലും ദുഃഖത്തിലും തൻ്റെ ശുശ്രൂഷയിലും പങ്കാളിയായിരുന്ന പത്രോസ് യേശു വേദന അനുഭവിക്കുമ്പോഴും വരാനിരിക്കുന്ന ദുരിതങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മനഃശക്തി, ആത്മശക്തി പ്രാപിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നോടുകൂടിയുള്ളവർ ഉറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് യേശു ചോദിച്ചത്, ഒരു നാഴിക കൂടി ഉണർന്നിരുന്നുകൂടെ എന്ന്. കർത്താവിൻ്റെ പീഡാനുഭവത്തോടെ ചേർന്നിരിക്കുവാൻ കഴിയാതെ പോയ വികാരം എന്തായിരുന്നു പത്രോസിന്? തന്നെ മതിച്ചിരുന്നത് ശാരീരികമായ ക്ഷീണമോ അതോ ആത്മീയമായ മയക്കമോ? മാനവ സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവ് തൻ്റെ അഴകും ആരോഗ്യവും തൻ്റെ സമയവും എല്ലാം ഈ സമൂഹത്തിന് വേണ്ടി ചിലവഴിച്ചു. തൻ്റെ ശുശ്രൂഷയിലെ മഹത്വം സമയത്തോട് അദ്ദേഹം കാണിച്ച താല്പര്യമായിരുന്നു. യായിറോസിൻ്റെ ഭവനവും ലാസറിൻ്റെ കല്ലറയുമൊക്കെ ദൈവനാമ മഹത്വം വെളിപ്പെടുത്തുവാൻ ഉചിതമായ സമയം കണ്ടെത്തുകയായിരുന്നു. അതുവരെ നിലനിന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് അതീതമായി ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി എപ്പോഴാണ് വെളിപ്പെടുന്നത് എന്ന് യേശു നമുക്ക് കാണിച്ചു തന്നു. കാലസമ്പൂർണതയിൽ എന്ന വാക്കും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലും നമുക്ക് നൽകുന്ന പ്രചോദനം മറ്റൊന്നാണ്. തങ്ങൾക്ക് സമയമില്ല എന്ന കാരണത്താൽ തങ്ങളുടെ വൃദ്ധ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലും പരിചാരകരെയും ഏൽപ്പിച്ചു പോകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വ്യക്തിബന്ധങ്ങളും കടമകളും വിസ്മരിച്ചു പോകുന്ന വിധം സമയത്തെ ആശ്രയിക്കുന്നുവോ? ഘടികാര സൂചികൾ പുറകോട്ടല്ല മുൻപിലോട്ടാണ് നീങ്ങുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ആയുസ് കുറഞ്ഞു വരുന്നുവെന്നും ഇനി അവശേഷിക്കുന്ന കാലം വളരെ ജാഗ്രതയോടെ ജീവിക്കണം എന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എത്ര നാൾ ജീവിച്ചു എന്നതിലധികം എങ്ങനെ ജീവിച്ചു എന്നതാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നത്. വചനം പിന്നെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സമയം തക്കത്തിൽ വിനിയോഗിക്കുക. ഒന്നോർക്കുക, നമുക്കായി കാത്തിരിക്കുന്നവർ നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ക്രൈസ്തവ സ്നേഹത്തോടെ സമയബന്ധിതമായി നമ്മുടെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുവാൻ ഇടവരട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യവും ഇതുതന്നെയാണ് നമുക്ക് പകർന്നു തരുന്ന ചിന്ത. അതെ, നമ്മുടെ സമയം ദൈവത്തിനായി നൽകുക.